ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ആലുവയിൽ സെക്കൻഡ് ഡേയിൽ രാവിലെ മോർണിംഗ് 7 മണിക്ക് ഞങ്ങൾ എക്സാം ഹാളിൽ ഓൾറെഡി കൊണ്ടാക്കി അനിയത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ വന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷൊക്കെ ആയ ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു, റൂം ചെക്കൗട്ട് ചെയ്തു. വീണ്ടും 12 o'clock ആയപ്പോൾ രേഷ്മ പോയി പിക്ക് ചെയ്യാൻ പോയി. കാരണം ഫസ്റ്റ് എക്സാം പാർട്ട് കഴിഞ്ഞായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വെച്ചു? അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പുള്ളിക്കാരി തിരിച്ച് വീണ്ടും എക്സാം ഹാളിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. കാരണം നല്ല മഴയുണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട്. കാരണം ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ ശേഷം 5:30 അറൗണ്ട് 6 കഴിയും ടൈം എടുക്കാൻ ഹാളിൽ നിന്ന് ഇറങ്ങി വരാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് ഗ്രാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് മീറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞതറിയാമോ, നേരെ വണ്ടി എടുക്കുന്നു, നേരെ വഞ്ചൂര് പോകുന്നു, ഫുഡ് വാങ്ങിക്കുന്നു, നേരെ വീട്ടിൽ കൊണ്ട് എടുക്കുന്നു, വണ്ടി അവിടെ തന്നെ ഇടുന്നു, അടുത്ത ഊബർ കയറുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു, ബസ് കയറുന്നു, നേരെ വരുന്നു. 500 രൂപ ആക്കി ശരിയാക്കി. അമ്പാടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി 500 രൂപ പെയ്ഡ് ഇട്ടത് ബ്ലോഗിൽ വരല്ലേ? മാമനും തോന്നില്ലേ മക്കളെ? എന്റെ പൊന്നു, അത് നമ്മൾ ചെക്ക് ചെയ്യാം. ആദ്യം 500 അയച്ചാ നിനക്ക് വരുമോന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് എഴുതി അയച്ചാണ്. പിന്നെ ഇപ്പൊ വന്നില്ലേ? അപ്പൊ നീ ഇത്ര കളിക്കെടുത്തത് ആതിരപ്പള്ളിയിലെ വാഗ്ദാനം കാണിച്ചുകൊണ്ട് അമ്പാടി വിളിച്ചു വരുത്തില്ലേ? നല്ല രാഷ്ട്രീയക്കാരാണല്ലോ മോഹനമാ. എന്ത് സംഭവിച്ചു? ഇവിടുത്തെ കുറ്റിയെ പറിച്ച് പോന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അറേബ്യൻ പാലസിലേക്ക് നൈറ്റ് പ്ലാൻ ചെയ്തു. കല്ല് ഒളിച്ച് കളിക്കുകയാണ് ഗൈസ്. ഒളിച്ചിരിക്കുന്ന ആളെ നമുക്ക് ക്യാമറ വിളിച്ചിരിക്കാം. ഒരു കല്ല് 2 വാക്ക് പറയാം. കല്ലു പ്ലീസ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഹലോ. അതെ, ഞാൻ കറക്റ്റ് മെട്രോയുടെ താഴെ ഇരിപ്പുണ്ട്. എറണാകുളം സൗത്ത് മെട്രോയുടെ താഴെ. കല്ലൂരാണോ? നമ്മള് കല്ലൂരെത്തി. കല്ലൂര് നിങ്ങൾ അവിടെ ഇരുന്ന് കറങ്ങിട്ടൊക്കെ വരാനുള്ള എനിക്ക് സംശയം ചോദിച്ചോട്ടാ. നിങ്ങൾ ശരിക്കും എറണാകുളം ജില്ലക്കകത്തുണ്ടോ? നമ്മുടെ ജില്ലക്കകത്ത് ഉണ്ട്. ജില്ല എവിടെ എത്തി? MG റോഡ് ലെഫ്റ്റ്. അല്ല, അത് കഴിഞ്ഞിട്ട് മെട്രോ റോഡ് എത്തിയില്ലേ? ഇവിടെ മെട്രോ ഓടുന്നോ? ഇവിടെ ലെഫ്റ്റ് കഞ്ഞിക്കട. കൂട്ടുകാരെ നമ്മള് മാപ്പ് എന്നിട്ട് പറഞ്ഞില്ല, ഇവൻ പറഞ്ഞു തരുമെന്നോണ്ടിരിക്കുന്നു. നോയിക്ക് ഞാൻ വല്ലതും വിളിച്ച് പറയാം. അവനെ പൊട്ടൻ ഇവൻ പറഞ്ഞ് മെട്രോയുടെ പാലം പിടിച്ചൊക്കെ പോയത് എത്തുന്നു പറഞ്ഞു. അങ്ങനെയാ മെട്രോ പാലം പിടിച്ച് പിന്നെ കായന്റെ ഓരം പിടിച്ച് പോകണമെന്നാണ്. ചേട്ടാ, കണ്ണും പൊട്ടി തുറക്കുമ്പോ മെട്രോ വണ്ടി നോക്ക്. നേരെ പോയി തീരണത് മെട്രോയുടെ തീരത്ത്. ഉടുപ്പ് പറയൂ. എന്തിനു നീ ഉദ്ദേശിക്കണം? പിന്നെ അവിടെ നിന്നോ നോക്ക്, നമ്മള് വന്ന് എത്തി. ഞാൻ കണ്ട്. ഞാൻ റോഡിൽ നിന്ന് അടുക്കോട്ടിരിക്കാം. പോവാൻ പറ്റുമോ? പടി കൊടുത്ത് അടി വാങ്ങിക്കാന്ന് അറിയില്ലേ? വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ ആ ഐറ്റോണ് വന്നിരിക്കുന്നത്. കാശ് കൊടുത്ത് അവിടെ നമ്മൾ അടി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരുത്തിരിക്കുകയാണ്. അഖിലേഷ് എസ് നായർ അമ്പാടി എന്ന് വിളിക്കും, ആൾത്ര അമ്പാടി എന്ന് വിളിക്കും, ആൾത്ര അമ്പു.
ഒന്നൊന്നര ഐറ്റമാണ് ഗൈസ്. ആ ഇതാണ് കുഴപ്പം. ആ നടന്ന രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് കള്ളം പറയാൻ, ഒന്ന് വിശക്കാനും. വണ്ടി എടുക്കൂ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ മേലുത്തമ്പി തളവ. നമ്മള് കുറച്ച് ആൾക്കാരുണ്ട്, നമ്മള് മനുഷ്യന്മാരുണ്ടെന്ന് വണ്ടിക്കകത്ത് കുറച്ച്. എന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ സെലിബ്രിറ്റി ആക്കല്ലേ എന്നെ. ഇന്നൊരു പട്ടിയാക്കി കൊണ്ടിരിക്കല്ലേ. നല്ല സെലിബ്രിറ്റി അമ്പാടി കൂടെ വന്നതാണല്ലേ ഞങ്ങളുടെ കൂടെ വന്നത്. ആ ഡീജെ കാത്തിരിക്കുക, എന്റെ വണ്ടി വരുമെന്ന് പറഞ്ഞു. കൂടെ കൊണ്ടുവന്ന തോറ്റെന്നാണ് തോന്നുന്നത്. ഒരു പ്രശ്നമുണ്ട് കേട്ടോ, വണ്ടിയിൽ ബാക്ക് ബാക്കില്ലെന്ന്. നീ വണ്ടിയുടെ ബാക്ക് കണ്ടു നോക്കിയതാ. എന്തോന്നത്? അയ്യേ ലെഫ്റ്റ് എടുത്താണ് നമ്മള് പൈലറ്റ് മാർക്ക്. അതെല്ലാം സംഭവിക്കാണത്. നമ്മള് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കാൻ പറയണ പോലെയാണ് നമ്മൾ എയർപോർട്ടിൽ കൂടെ ലെഫ്റ്റ് എടുക്കണം. വേണ്ട, ഞാൻ ഇവനെ ഇന്ന് കൊല്ലും കേട്ടാ. അതിനാണ് നമ്മൾ വന്നത്. വേണ്ട ഇങ്ങോട്ടേ ഒരുമളി പോയിട്ട് പോ. എന്റെ എല്ലാ ഗ്രാവിറ്റിയും പോയി ഇരിക്കുകയാണ്. അവിടെ ഡീജെ പറഞ്ഞ സൂപ്പർ സംഭവം. വണ്ടിക്കകത്ത് ആലപ്പുഴ വെച്ച് കുറച്ച് പയ്യന്മാര് മറൈൻ എന്തോ പഠിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോകുന്ന പിള്ളേരാ. എന്തോ ഞാനിരുന്ന് മറ്റേ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഏത് മറ്റേ ഐപാഡില് ഞാൻ കൈപ്പാടൊക്കെ ഉണ്ടോ? ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഞാൻ സീരീസും കണ്ടോണ്ടിരിക്കാൻ നേരം കുറെ നേരം കഴിഞ്ഞപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നതിന്റെ അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ശബ്ദം, മറ്റേ ബഹളം ഇതൊക്കെ. ഞാൻ ഇതില് ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ആ പിന്നെ നീ എന്നല്ലോ മെട്രോ തോന്നിച്ചു പോയത് ആ കേക്ക്. ഞാൻ അങ്ങനെ അപ്പൊ ഭയങ്കര ബഹളം. ഞാൻ നോക്കിയപ്പോ ഇതിനകത്തുള്ളതല്ല. ഞാൻ ഈ സാറ് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി മറ്റേ ഹെഡ്സെറ്റ് ഊരി നോക്കിയപ്പോഴേ മൂട്ടൻ ചീത്തവിളി. ചീത്തവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ നേരമായി. ഞാൻ വിചാരിച്ചു മറ്റേ ആലപ്പുഴ കഴിഞ്ഞപ്പോ മറ്റേ തങ്കഞ്ചാന്റെ വീട്ടിലോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു ചെക്ക് ഇൻ ചെയ്യാന്നുള്ള പ്ലാനായി. റൂം എടുത്തു ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അത് വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി റൂമൊക്കെ എടുത്തിട്ട് ഇനി എല്ലാവർക്കും ഒന്ന് റിഫ്രഷ് ആവണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഇനി രാവിലെ ആതിരപ്പള്ളിയിലേക്ക് വിടണം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഒരു അറൗണ്ട് ഒരു 7 ഇറങ്ങുന്ന വിചാരിക്കുന്നു. എന്നാലും നടക്കില്ല. ഇറ്റ്സ് എ പ്ലാൻ. നമുക്കറിയാം, നമ്മൾ പ്ലാൻ ചെയ്യുന്ന 7 മണിക്ക് ഇറങ്ങണം വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങുന്നത് 10 മണിക്കായിരിക്കും ആസ് യൂഷ്വൽ. അപ്പോൾ നോക്കാം എനിക്ക് രാവിലെ 7 മണിക്ക് എണീക്കുമല്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്കൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ചെക്കിനായി എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. എൻ്റെ ഇടയ്ക്ക് അമ്പാടി വന്നപ്പോൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഫുഡും കഴിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം നല്ല തലവേദനയൊക്കെ ഉറക്കം ആവശ്യമാണ്, അനിവാര്യമാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഉറങ്ങാം. ഉറങ്ങിയ ശേഷം രാവിലെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. Signing off from Light Camera GH&Co. എന്തിനി രണ്ടുപേരും ഉറങ്ങാൻ പോകും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച്